ധരണി തന്നിൽ ആശ്രയമാകും യേശു എന്ന അത്ഭുതനാമം വേറൊരു നാമം ഇഹമതില്ല വേഗം വരുമെന്നുര ചെയ്തവൻ ധരണി തന്നിൽ ആശ്രയമാകും യേശു എന്ന അത്ഭുതനാമം വേറൊരു നാമം ഇഹമതില്ല വേഗം വരുമെന്നുര ചെയ്തവൻ ഓളവും തിരയും അടങ്ങുമാറാക്കും ഒരുവനാം മഹാ അത്ഭുതനേ ഓളവും തിരയും അടങ്ങുമാറാക്കും ഒരുവനാം മഹാ അത്ഭുതനേ ഹൃദയം തകരും വേളകളിൽ എന്നെ പരിപാലിക്കും കർത്തനവൻ ഹൃദയം തകരും വേളകളിൽ എന്നെ പരിപാലിക്കും കർത്തനവൻ ധരണി തന്നിൽ ആശ്രയമാകും യേശു എന്ന അത്ഭുതനാമം വേറൊരു നാമം ഇഹമതില്ല വേഗം വരുമെന്നുര ചെയ്തവൻ കാൽവരി കുരിശിൽ തിരുനിണം ചൊരിഞ്ഞ കരുണയേറും മനസ്സുള്ളവൻ കാൽവരി കുരിശിൽ തിരുനിണം ചൊരിഞ്ഞ കരുണയേറും മനസ്സുള്ളവൻ പാവങ്ങളകിലും കഴുകും സ്നേഹം പാവന ജീവിതം നൽകുന്നവൻ പാവങ്ങളകിലും കഴുകും സ്നേഹം പാവന ജീവിതം നൽകുന്നവൻ ധരണി തന്നിൽ ആശ്രയമാകും യേശു എന്ന അത്ഭുതനാമം വേറൊരു നാമം ഇഹമതില്ല വേഗം വരുമെന്നുര ചെയ്തവൻ ധരണി തന്നിൽ ആശ്രയമാകും യേശു എന്ന അത്ഭുതനാമം വേറൊരു നാമം ഇഹമതില്ല വേഗം വരുമെന്നുര ചെയ്തവൻ നമ്മുടെ രക്ഷിതാവും കർത്താവുമായ യേശു ക്രിസ്തുവിന്റെ വിലയേറിയ നാമത്തിൽ എല്ലാ പ്രിയപ്പെട്ടവർക്കും എൻ്റെ സ്നേഹവന്ദനങ്ങൾ. എഫേസ്യ ലേഖനത്തിന്റെ ഒരു പുതിയ ക്ലാസ്സിലേക്ക് കടന്നു വരുവാൻ സ്വർഗത്തിലെ ദൈവം അനുവദിച്ചതെന്ന് ഈ വലിയൊരു സമയത്തിനായി നിങ്ങളോടൊപ്പം ഞാനും ദൈവത്തെ സ്തുതിക്കുന്നു. കർത്താവിന്റെ മാറ്റമില്ലാത്ത കൃപകളെ ഓർത്ത് ദൈവ തിരുനാമത്തെ നന്ദിയോടെ മഹത്വപ്പെടുത്തുന്നു. കർത്താവിന്റെ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അപ്പോസ്തലനായ പൗലോസിന്റെ മിഷണറി ജീവിതത്തെക്കുറിച്ച് പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ 1-ാം നൂറ്റാണ്ടിലെ ക്രിസ്തീയ സഭയുടെ വളർച്ചയെക്കുറിച്ചും അതിന്റെ അഭിവാജ്യ ഘടകങ്ങളായിരുന്ന കാര്യങ്ങളെക്കുറിച്ചും കഴിഞ്ഞ ആഴ്ചകളിൽ ചിന്തിക്കുവാൻ നമുക്ക് സാധിച്ചു. എന്നാൽ ഇന്ന് നാം ചിന്തിക്കുന്നത് എഫേസോസ് സിറ്റിയെ കുറിച്ചാണ്. എഫേസോസ് പട്ടണം മാത്രമല്ല, എഫേസ്യ ലേഖനത്തിന് വേദപണ്ഡിതന്മാർ നൽകിയിരിക്കുന്ന വിവിധ പേരുകളുണ്ട്. അതും കൂടെ അല്പമായി നാം ഒന്ന് പഠിക്കുന്നത് നന്നായിരിക്കും. ഈ എഫേസ്യ ലേഖനത്തിന് ടോണി മെരിഡ എന്ന് പറയുന്ന ദൈവദാസൻ കൊടുത്തിരിക്കുന്ന പേര് ദ മിനി തിയോളജി
എന്ന് പറഞ്ഞാൽ ദൈവശാസ്ത്രത്തിന്റെ ചെറുപതിപ്പെന്നുമാണ് അദ്ദേഹം എഫേസ്യ ലേഖനത്തെ വിളിച്ചിരിക്കുന്നത്. പൗലോസിന്റെ ലിഖിത കിരീടം എന്നാണ് എ റോബിൻസൺ എന്ന് പറയുന്ന ദൈവദാസൻ എഫേസ്യ ലേഖനത്തിന് കൊടുത്തിരിക്കുന്ന പേര്. ദ ക്യൂൻ ഓഫ് എപ്പിസൽ, ലേഖനങ്ങളുടെ റാണി എന്ന് കമന്റേറ്ററായ വില്യം ബാർക്ലേ ഇതിന് പേര് നൽകിയിട്ടുണ്ട്. വാട്ടർലൂ ഓഫ് ദി കമന്റേറ്റേഴ്സ് എന്നാണ് ഗുഡ് സ്പീഡ് എന്ന് പറയുന്ന വേദപണ്ഡിതൻ എഫേസ്യ ലേഖനത്തിന് നൽകിയിരിക്കുന്നതായ പേര്. പോൾസ് തേർഡ് ഹെവൻ എപ്പിസൽ, പൗലൂസിന്റെ മൂന്നാം സ്വർഗ ലേഖനമെന്ന് എ.ടി. പിയേഴ്സൺ എന്ന് പറയുന്ന വേദശാസ്ത്രജ്ഞൻ എഫേസ്യ ലേഖനത്തിന് പേര് നൽകിയിട്ടുണ്ട്. എപ്പസൽ ഓഫ് ഹെവൻലീസ്, സ്വർഗീയതയുടെ ലേഖനം എന്നാണ് മറ്റൊരു ദൈവശാസ്ത്രജ്ഞൻ എഫേസ്യ ലേഖനത്തിന് നൽകിയിരിക്കുന്ന പേര്. അതുപോലെ തന്നെ സോങ് ഓഫ് സോങ്സ് ഓഫ് ദ ന്യൂ ടെസ്റ്റ്മെന്റ്, പുതിയ നിയമത്തിലെ ഉത്തമഗീതം എന്നാണ് മറ്റൊരു ദൈവശാസ്ത്രജ്ഞൻ എഫേസ്യ ലേഖനത്തിന് നൽകിയിരിക്കുന്ന പേര്. എന്നീ വിവിധ പേരുകൾ ദൈവശാസ്ത്രജ്ഞന്മാർ ഈ ലേഖനത്തിന് കൊടുക്കുമ്പോൾ തന്നെ നമുക്കൊരു കാര്യം മനസ്സിലാക്കും. ഏറ്റവും ഉത്തുംഗ പ്രതാപമാർന്നു നിൽക്കുന്ന ശ്രേഷ്ഠമായ ഒരു ലേഖനമായി എഫേസ്യ ലേഖനത്തെ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നു. ദൈവത്തിന് സ്തോത്രം. എഫേസോസ് സിറ്റിയെ കുറിച്ച് നാം പഠിക്കുമ്പോൾ അല്പം വിശദീകരിച്ച് പഠിക്കേണ്ടതാണെങ്കിൽ നമ്മുടെ സമയത്തിന്റെ പരിമിതിയിൽ നിന്നുകൊണ്ട് എഫേസോസ് സിറ്റിയെ കുറിച്ച് ചില പ്രധാനപ്പെട്ട കാര്യങ്ങൾ നിങ്ങളെ ഓർപ്പിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. 1-ാം നൂറ്റാണ്ടിലെ 5 പ്രധാന പട്ടണങ്ങളായിരുന്നു നിലവിലുണ്ടായിരുന്നത്. റോം, അലക്സാൻഡ്രിയ, മാത്രമല്ല ജെറുസലേം, അന്ത്യോക്യ, മാത്രമല്ല എഫേസോസ് എന്നീ 5 പട്ടണങ്ങൾ 1-ാം നൂറ്റാണ്ടിലെ പ്രശസ്ത പട്ടണങ്ങളായിരുന്നു. അന്നുണ്ടായിരുന്ന ലോകത്തിലെ ഏറ്റവും പ്രഗത്ഭ നഗരമായിരുന്നു റോമാ പട്ടണം. റോമാ പട്ടണം കഴിഞ്ഞാൽ 2-ാം സ്ഥാനം എഫേസോസ് പട്ടണത്തിനായിരുന്നു. ഇറാഖിലെ ഇസ്മിർ എന്ന സ്ഥലമാണ് ഇപ്പോൾ എഫേസോസ് സിറ്റി ആയി പണ്ട് അറിയപ്പെട്ടിരുന്നത്. കെയ്സ്റ്റർ നദിയുടെ തീരത്ത് എക്കൽ മണ്ണ് കൊണ്ട് നിറഞ്ഞ സമ്പൽ സമൃദ്ധമായ തുറമുഖ പട്ടണമായിരുന്നു ഈ എഫേസോസ് പട്ടണം. ലോകത്തിലുള്ള വാണിജ്യ കേന്ദ്രങ്ങളിൽ ഒന്നുകൂടിയായിരുന്നു എഫേസോസ് പട്ടണം. സാമ്പത്തികമായും സാംസ്കാരികമായും ഉന്നത നിലയിൽ നിലനിന്നിരുന്ന വിദ്യാസമ്പന്നന്മാരുടെയും ലോകത്തിലെ പ്രഭുക്കന്മാരായ ആളുകളുടെയും സമ്മേളന നഗരിയായിരുന്നു എഫേസോസ് പട്ടണം എന്നാണ് ചരിത്രം സാക്ഷിക്കുന്നത്. പ്ലൂറാലിസ്റ്റിക് സൊസൈറ്റി, അനേക ദൈവങ്ങളെ ആരാധിച്ചുകൊണ്ട് അവയുടെ വിഗ്രഹങ്ങൾ ഉണ്ടാക്കിക്കൊണ്ട് ബഹുദൈവ വിശ്വാസത്തിൽ പണിതുറപ്പിച്ച ഒരു നഗരമായിരുന്നു എഫേസോസ് നഗരം എന്ന് പറയുന്നത്. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. എംപറർ വർഷിപ്പ് അവിടെ പ്രധാനമായിരുന്നു. ചക്രവർത്തിമാരെ ദൈവങ്ങളായി ആരാധിക്കുക എന്നുള്ളത് ജനത്തിന്റെ ഒരു താല്പര്യമുള്ള കാര്യമായിരുന്നു. അവർക്ക് ക്ഷേത്രങ്ങൾ പണിയുകയും അതിനു മുമ്പിൽ പൂജാദ്രവ്യങ്ങൾ കത്തിച്ചുകൊണ്ട് ചക്രവർത്തിമാരെ ദൈവങ്ങളായി കരുതി ആരാധിച്ചുകൊണ്ടിരുന്ന ഒരു ജനതയാണ് എഫേസോസ് പട്ടണത്തിൽ ഉണ്ടായിരുന്നത്. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. The city was corrupted by sin and controlled by evil. പാപം കൊണ്ടും മലിനത കൊണ്ടും മ്ലേച്ഛത കൊണ്ടും നിറഞ്ഞു നിന്ന പാപം കൊടികുത്തിവാണ ഒരു പട്ടണമായിരുന്നു എഫേസോസ് പട്ടണം. ബഹുദൈവങ്ങളെ കൊണ്ട് നിറഞ്ഞ പാപം കൊടികുത്തിവാണ് ഈ പട്ടണത്തിൽ സത്യസുവിശേഷവുമായി അപ്പോസ്തലനായ പൗലോസ് രംഗപ്രവേശനം ചെയ്യുന്നത് അപ്പോസ്തല പ്രവർത്തികളിൽ നമുക്ക് വായിക്കുവാൻ കഴിയുന്നു. ദൈവത്തിന്റെ സ്തോത്രം. ഏത് ഇരുണ്ട സ്ഥലത്തും പ്രകാശിക്കുന്ന സത്യവെളിച്ചമാണ് ദൈവത്തിന്റെ സുവിശേഷം. ഏത് പാപം കൊണ്ട് കൊടികുത്തിയ നഗരങ്ങളിലും ദൈവത്തിന് സഭകളുണ്ട്, ദൈവത്തിന് വിശ്വാസികളുണ്ട്, വിശുദ്ധന്മാരുണ്ട്. അതാണ് ഈ ദൈവവചനത്തിന്റെ പ്രത്യേകത എന്ന് പറയുന്നത്. ദൈവത്തിരുനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ, ദൈവനാമം സ്തുതിക്കപ്പെടുമാറാകട്ടെ. എഫേസോസ് എന്ന വാക്കിന്റെ അർത്ഥം ഡിസൈറബിൾ, ആഗ്രഹിക്കത്തക്കത് എന്നുള്ളതാണ്. എന്ന് പറഞ്ഞാൽ അന്നുണ്ടായിരുന്ന ലോകത്തിലെ ആഗ്രഹിക്കത്തക്ക പട്ടണങ്ങളിൽ ഏറ്റവും പ്രധാന പട്ടണങ്ങളിൽ ഒന്നായിരുന്നു ഈ എഫേസോസ് പട്ടണം. അവിടുത്തെ ആരാധന ഞാൻ ഓർപ്പിച്ചതുപോലെ വിഗ്രഹാരാധനയിൽ മുൻ നിന്ന് ആ നഗരത്തിൽ ലോകത്തിലെ അന്നത്തെ 7 അത്ഭുതങ്ങളിൽ ഒന്നായ അർത്തമീസ് മഹാദേവിയുടെ ക്ഷേത്രം എഫേസോസ് പട്ടണത്തിൽ ഉണ്ടായിരുന്നു. 220 വർഷം കൊണ്ടാണ് ഈ ക്ഷേത്രം പണിതീർക്കുവാനിടയായി തീർന്നത്. 418 അടി നീളം, 239 അടി വീതി, 50 അടി ഉയരത്തിൽ പണിത ഈ അർത്തമീസ് ദേവിയുടെ ക്ഷേത്രം അന്നുണ്ടായിരുന്ന ഗ്രീക്ക് ലോകത്തിലെ ഏറ്റവും വലിയ കെട്ടിടമായിരുന്നു, ആരാധനാ സ്ഥലമായിരുന്നു. ദൈവത്തിന് സ്തോത്രം.
അതുകൊണ്ട് തന്നെ അവിടെ ദേവിയെ ആരാധിക്കുവാൻ വേണ്ടി ലോകത്തിലെ എല്ലാ രാജ്യങ്ങളിൽ നിന്നും ജനങ്ങൾ തടിച്ചുകൂടുമായിരുന്നു. അവിടുത്തെ ആരാധനയുടെ ഒരു ഭാഗം എന്ന് പറയുന്നത് ദേവദാസി സമ്പ്രദായം നിലനിന്നത് കൊണ്ട് പാപത്തിന്റെ മ്ലേച്ഛതയുടെ കൂത്തരങ്ങായി ആ ദേവാലയം മാറ്റപ്പെടുവാനിടയായി തീർന്നു. അതിനെക്കുറിച്ച് അപ്പോസ്തല പ്രവൃത്തി 19-ാം അധ്യായത്തിൽ നാം വായിക്കുന്നത് ഇങ്ങനെയാണ്. അപ്പോസ്തല പ്രവൃത്തി 19-ാം അധ്യായത്തിന്റെ 27-ന്റെ ഒരു ഭാഗം മുതൽ അർത്തമീസ് ദേവിയുടെ ക്ഷേത്രം ഏതുമില്ല എന്ന് വരികയും ആസ്യ മുഴുവനും ഭൂതലവും ഭജിച്ചു പോരുന്നവരുടെ മാഹാത്മ്യം ഒടുങ്ങിപ്പോവുകയും ചെയ്യും എന്ന് പറഞ്ഞു. ഇത് കേട്ട് ക്രോധം നിറഞ്ഞവരായി അവർ എഫേസ്യരുടെ അർത്തമീസ് മഹാദേവി എന്ന് ആർത്തു. പട്ടണം മുഴുവനും കലഹം കൊണ്ട് നിറഞ്ഞു. നിങ്ങളിവിടെ വായിക്കുക, അപ്പോസ്തലനായ പൗലോസ് ദൈവത്തിന്റെ സുവിശേഷവുമായി, തേജസ്സിന്റെ സുവിശേഷവുമായി അവിടെ കടന്നു വരുവാനിടയായി തീർന്നു. അങ്ങനെ കടന്നു വന്നപ്പോൾ ആ മാർഗത്തെ ചൊല്ലി വലിയ കലഹം ആ പട്ടണത്തിൽ ഉണ്ടായി. ദൈവത്തിന് സ്തോത്രം. വെള്ളി കൊണ്ട് തീർത്ത അർത്തമീസ് ദേവിയുടെ ക്ഷേത്രങ്ങൾ രൂപങ്ങളെ തീർക്കുന്ന ദമേത്രിയോസ് എന്ന തട്ടാൻ തൊഴിൽക്കാർക്ക് വളരെ ലാഭം വരുത്തി വന്നു. അവൻ അവരെയും ആ വകയിൽ ഉൾപ്പെട്ട വേലക്കാരെയും കൂട്ടിവരുത്തി, പുരുഷന്മാരെയും നമ്മുടെ സമ്പാദ്യം ഈ തൊഴിൽ കൊണ്ടാകുന്നു എന്ന് നിങ്ങൾക്ക് ബോധ്യമല്ലോ. എന്നാൽ ഈ പൗലോസ് എന്നവൻ കയ്യാൽ തീർത്തത് ദേവന്മാരല്ല എന്ന് പറഞ്ഞുകൊണ്ട് എഫെസോസിൽ മാത്രമല്ല മിക്കവാറും ആസിയയിലൊക്കെയും വളരെ ജനങ്ങളെ സമ്മതിപ്പിച്ച് മറിച്ചു കളഞ്ഞു എന്ന് നിങ്ങൾ കണ്ടും കേട്ടും ഇരിക്കുന്നുവല്ലോ. അപ്പോൾ അർത്തമീസ് ദേവിയുടെ പൊന്നുകൊണ്ടും വെള്ളി കൊണ്ടുള്ള വിഗ്രഹങ്ങളെ ഉണ്ടാക്കി വിൽക്കുന്ന തട്ടാന്മാരുടെ തൊഴിൽ സത്യസുവിശേഷം കടന്നു വന്നപ്പോൾ നഷ്ടപ്പെടുകയും അങ്ങനെ ആ തട്ടാന്മാർ പൗലോസിനെതിരായി രംഗപ്രവേശനം ചെയ്യുകയും ചെയ്ത ചരിത്രമാണ് ഇവിടെ നാം വായിച്ചു കേട്ടത്. അവർ പറയുന്നത് അർത്തമീസ് ദേവിയുടെ ക്ഷേത്രം ഏതുമില്ല എന്ന് വരികയും ആസ്യ മുഴുവനും ഭൂതലവും ഭജിച്ചു പോരുന്നവരുടെ മാഹാത്മ്യം ഒടുങ്ങിപ്പോവുകയും ചെയ്യും എന്ന് പറഞ്ഞാൽ ലോകം മുഴുവൻ ആരാധിച്ചു വന്നിരുന്ന ദേവിയാണ് അർത്തമീസ് മഹാദേവി. അവളുടെ പ്രാധാന്യം നഷ്ടപ്പെട്ടാൽ അവരുടെ ദേശത്തിന് ക്ഷാമം വരികയും അവർ പട്ടിണിയിലാവുകയും ചെയ്യുമെന്നുള്ള കാര്യം മനസ്സിലാക്കിക്കൊണ്ട് അപ്പോസ്തലനായ പൗലോസിന് നേരെ അവർ ക്രോധം നിറഞ്ഞവരായി ആർത്തു വിളിക്കുന്ന രംഗമാണ് അപ്പോസ്തല പ്രവൃത്തി 19-ാം അധ്യായത്തിൽ നമുക്ക് കാണുവാൻ കഴിയുന്നത്. അതിന്റെ 35 മുതലുള്ള വാക്യങ്ങൾ നാം ഇങ്ങനെയാണ് വായിക്കുന്നത്. പിന്നെ പട്ടണമേനവൻ പുരുഷാരത്തെ മധ്യ പറഞ്ഞത്, എഫേസ്യ പുരുഷന്മാരെ, എഫെസോസ് പട്ടണം അർത്തമീസ് മഹാദേവിക്കും ദ്യോവിൽ നിന്ന് വീണ ബിംബത്തിനും ക്ഷേത്രപാലക എന്നറിയാത്ത മനുഷ്യൻ ആര്? അവിടെ പറയുന്ന വാക്ക് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. എഫെസോസ് പട്ടണം അർത്തമീസ് മഹാദേവിക്കും ദ്യോവിൽ നിന്ന് വീണ ബിംബത്തിനും ക്ഷേത്രപാലക എന്നറിയാത്ത മനുഷ്യനാര് എന്ന് പറഞ്ഞാൽ സ്വർഗത്തിൽ നിന്നും പൊട്ടി വീണ ദേവതയാണ് അർത്തമീസ് മഹാദേവി എന്ന് അവർ വിശ്വസിച്ചുകൊണ്ടാണ് ആ ദേവിയെ ആരാധിക്കുവാനായി തുടങ്ങിയത്. സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി പൊട്ടി വീണ ദൈവങ്ങളെ ആരാധിച്ചുകൊണ്ട് അനേകർ യഥാർത്ഥ ദൈവത്തെ മനസ്സിലാക്കാതിരിക്കുമ്പോൾ സ്വർഗത്തിൽ നിന്ന് താണിറങ്ങി വന്ന ദൈവത്തെ, മനുഷ്യനായി തീർന്ന ദൈവത്തെ, ഈ ഭൂമിയിൽ 33.5 വയസ്സ് വരെ സഞ്ചരിച്ച് നാടെങ്ങും നന്മ ചെയ്തുകൊണ്ട് കുഷ്ഠരോഗികളെ സൗഖ്യമാക്കിയും മരിച്ചവരെ ഉയർപ്പിച്ചും ഭൂതങ്ങളെ പുറത്താക്കിയും അനവധി അത്ഭുതങ്ങളുടെ അടയാളങ്ങളും ചെയ്തുകൊണ്ട് 33.5 തിരുവയസ്സിൽ കാൽവറിയിലെ മലവെട്ടിൽ പുറത്ത് 3 ആടുകളിൽ തൂങ്ങപ്പെടുകയും 3-ാം ദിവസം അരിമത്യാ യോസേഫിന്റെ കല്ലറയെ പൊട്ടിച്ചുകൊണ്ട് വെളിയിൽ വന്നവനുമായ നസറാനായ യേശു, ദൈവത്തിന് സ്തോത്രം, യഥാർത്ഥ ദൈവമാണെന്ന് മനസ്സിലാക്കുവാൻ കഴിയാതിരിക്കുമ്പോൾ ദ്യോവിൽ നിന്നും അല്ലെങ്കിൽ സ്വർഗത്തിൽ നിന്നും പൊട്ടി വീണ ദൈവങ്ങളെ ഇന്നും അനേകർ ആരാധിക്കുന്നുണ്ട്. നാം ആരാധിക്കുന്ന ദൈവം പൊട്ടി വീണ ദൈവമല്ല, സ്വമനസാലെ സ്വർഗം വിട്ട് നാടലോകത്തിലേക്ക് ഇറങ്ങി വന്ന ദൈവമാണ്. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. അവൻ ഇറങ്ങി വന്നപ്പോൾ തേജസ്സമ്പൂർണനായിരുന്നു. പ്രൈസ് ലോർഡ്. എന്നാൽ അവൻ മടങ്ങിപ്പോയപ്പോൾ മുറിവേറ്റവനായി, അവാദചൂടം നിണമണിഞ്ഞവനായി. ദൈവത്തിന് സ്തോത്രം. അവൻ മടങ്ങിപ്പോകുവാൻ, അവൻ മരിക്കുവാനിടയായി തീർന്നു. അവന്റെ ശരീരം മുഴുവൻ മുറിവുകളേറ്റവനായിട്ടാണ് അവൻ മടങ്ങിപ്പോകുവാനിടയായി തീർന്നത്. അവൻ ഇന്നും സ്വർഗത്തിൽ ജീവിച്ചുകൊണ്ടിരിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. പൊട്ടി വീണ ദൈവമല്ല, സ്വർഗത്തിൽ പിതാവിന്റെ വലത്തുഭാഗത്ത് എനിക്കും നിങ്ങൾക്ക് വേണ്ടി പക്ഷപാതം ചെയ്ത ശ്രേഷ്ഠ മഹാപുരോഹിതനായി ഇന്നും ജീവിക്കുന്ന ക്രിസ്തുവിനെയാണ് ഞാനും നിങ്ങളും ആരാധിക്കുന്നതിനുള്ള സത്യം ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു, ദൈവത്തെ വാഴ്ത്തുന്നു. ഈ ദേവിയുടെ ഒരു പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ അവളുടെ ശരീരം മുഴുവൻ സ്ഥലങ്ങൾ കൊണ്ട് നിറഞ്ഞിരുന്നു. അതുകൊണ്ട് അവളെ ജീവന്റെ ദൈവം അല്ലെങ്കിൽ പ്രത്യുൽപാദനത്തിന്റെ ദേവി എന്നൊക്കെയാണ് അറിയപ്പെട്ടുകൊണ്ടിരുന്നത്. ആ ദൈവങ്ങളെ ആരാധിക്കുന്നതിന്റെ ആരാധന ചട്ടവട്ടങ്ങളിൽ ഒന്ന്
അസാൻമാർഗിക ജീവിതമായിരുന്നു എന്ന് ചരിത്രം സാക്ഷിക്കുന്നുണ്ട്. ദൈവത്തിന് സ്തോത്രം. 25,000 പേരെ ഉൾക്കൊള്ളുന്നതായിരിക്കുന്ന മറ്റൊരു ആംഫി തിയേറ്റർ എഫസോസ് പട്ടണത്തിൽ ഉണ്ടായിരുന്നു. ആ തിയേറ്ററിനെ സംബന്ധിച്ചാണ് അപ്പോസ്തലനായ പൗലോസ് പറഞ്ഞത്, എഫസോസിൽ ഞാൻ മൃഗയുദ്ധം ചെയ്തത് വെറുതെയായി പോയോ എന്ന്. ദൈവത്തിന് സ്തോത്രം. മനുഷ്യനെയും മൃഗങ്ങളെയും തമ്മിൽ ദ്വന്ദ്വയുദ്ധം നടത്തിക്കുന്ന സ്ഥലമായിരുന്നു ആംഫി തിയേറ്റർ. അക്ഷരപ്രകാരം അപ്പോസ്തലനായ പൗലോസ് അവിടെ മൃഗങ്ങളുമായി യുദ്ധം ചെയ്തോ ഇല്ലോ എന്നുള്ള കാര്യത്തിൽ നമുക്കറിവില്ല. എന്നാൽ ഒരു കാര്യം സത്യമാണ്, മൃഗത്തിന് തുല്യനായ സാത്താന്യ ശക്തിയോട്, അന്ധകാരത്തിന്റെ വാഴ്ചകളോട് സന്ധിയില്ല സമരം നടത്തിയ പ്രഗത്ഭനായ ദൈവദാസനാണ് അപ്പോസ്തലനായ പൗലോസ്. ദൈവത്തിന് സ്തോത്രം. അവിടെ ഉണ്ടായിരുന്ന സെൻസസിന്റെ ലൈബ്രറി ലോകപ്രസിദ്ധമായിരുന്നു. അന്നത്തെ ലോകപ്രസിദ്ധമായ ലൈബ്രറിയാണ് അവിടെ ഉണ്ടായിരുന്നത്. ദൈവത്തിന് സ്തോത്രം. ഈ എഫേസോസ് പട്ടണത്തിലാണ് അപ്പോസ്തലനായ യോഹന്നാൻ തന്റെ അന്ത്യകാലം കഴിച്ചു കൂട്ടിയത്. ഡൊമീഷ്യൻ ചക്രവർത്തി തന്റെ ഈജിയൻ സമുദ്രത്തിലുള്ള പത്മോസ് എന്ന വിജന ദ്വീപിലേക്ക് നാടുകടത്തുകയും അവിടെ നിന്ന് തന്നെ മടക്കി വിളിച്ച് ദൈവത്തിന് സ്തോത്രം എഫസോസിൽ താൻ പാർക്കുകയും കർത്താവായ യേശു ക്രിസ്തുവിന്റെ അമ്മയായ മറിയയെ തന്നോട് ചേർത്തുകൊണ്ട് അവളെ സൂക്ഷിച്ചുകൊണ്ട് തന്റെ ജീവിതത്തിന്റെ അവസാനം വരെ കഴിഞ്ഞു എന്നാണ് ചരിത്രം സാക്ഷിക്കുന്നത്. ദൈവനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. എഫസോസിൽ വെച്ച് എഴുതിയ പൗലോസ് എഴുതിയ എഫസോസിൽ വെച്ച് ലേഖനങ്ങൾ പലതാണ്. 1 കൊരിന്ത്യ ലേഖനം പൗലോസ് അപ്പോസ്തലൻ എഫസോസ് പട്ടണത്തിൽ വെച്ചാണ് എഴുതിയത്. യോഹന്നാന്റെ സുവിശേഷം എഫസോസ് പട്ടണത്തിലാണ് എഴുതിയത്. 1, 2, 3 യോഹന്നാന്റെ ലേഖനങ്ങൾ ഈ എഫസോസ് പട്ടണത്തിൽ വെച്ചാണ് എഴുതുവാനിടയായി തീർന്നത്. പാസ്റ്ററൽ എപ്പിസ്റ്റൽസ് 1, 2 തിമോത്തിയോസ്, തീത്തോസ്, ഈ ലേഖനങ്ങളും എഫസോസ് പട്ടണത്തിൽ വെച്ചാണ് ദൈവാത്മ നിവേശനായി എഴുതി തീർക്കുവാൻ ഇടയായി തീർന്നത്. ദൈവത്തിന് സ്തോത്രം. 6 അധ്യായങ്ങളും 155 വേഴ്സസും അതുപോലെ തന്നെ 3039 വേർഡ്സും വാക്കുകളും ഇംഗ്ലീഷിൽ ഈ എഫേസ്യ ലേഖനത്തിൽ നമുക്ക് കാണുവാൻ കഴിയുന്നു. പ്രൈസ് ദി ലോർഡ്. അന്ധകാരം കൊണ്ട് നിറഞ്ഞ എഫസോസ് പട്ടണത്തിൽ സുവിശേഷത്തിന്റെ സത്യ വെളിച്ചം പ്രകാശിപ്പിക്കുവാൻ ദൈവം അപ്പോസ്തലനായ പൗലോസിനെ തിരഞ്ഞെടുത്തതുപോലെ ഈ കാലഘട്ടത്തിലും പാപാന്ധകാരത്താൽ നിറയപ്പെട്ട മാനവജാതിയുടെ ഹൃദയങ്ങളിലേക്ക് സുവിശേഷമാകുന്ന സത്യ വെളിച്ചം പ്രകാശിപ്പിച്ചു കൊടുക്കുവാൻ ദൈവം തന്റെ ദാസന്മാരെ ദേശങ്ങളിലും വിദേശങ്ങളിലും ലോകത്തിന്റെ എല്ലാ ഭാഗങ്ങളിലും പരിശുദ്ധാത്മ സഹായത്തോടെ വിനിയോഗിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ളത് എത്രയോ മഹത്വപൂർണമായ കാര്യമാണ്. ദൈവനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. പ്രൈസ് ദി ലോർഡ്. സുവിശേഷ പ്രവർത്തനത്തെ കുറിച്ച് നാം ചിന്തിക്കുമ്പോൾ ഒരു കാര്യം കൂടെ ഞാൻ നിങ്ങളുടെ ഓർമ്മയിലേക്ക് കൊണ്ടുവരും. 2 ഷൂ കമ്പനികൾ അവരുടെ ഉൽപ്പന്നം വിൽക്കുവാൻ വേണ്ടി 2 റെപ്രസെന്റേറ്റീവിനെ ആഫ്രിക്കയിലേക്ക് അയക്കുകയുണ്ടായി. അതിൽ ഒന്നാമൻ അവിടെ കടന്നുപോയി. ഒരു കമ്പനിയുടെ റെപ്രസെന്റേറ്റീവ് അവിടെ കടന്നുപോയി. അവിടെ കടന്നുപോയതിനു ശേഷം താൻ ഹെഡ്ക്വാർട്ടേഴ്സിലേക്ക് മറുപടി അയച്ചു, ടെലിഗ്രാഫ് അയച്ചു. റിസർച്ച് കംപ്ലീറ്റ്, unmitigated disaster, nobody wears shoes here. എന്റെ ദൗത്യം പൂർണ്ണമായി. എന്നാൽ ഒരു വലിയ ഡിസാസ്റ്റർ ആണ് എനിക്ക് കാണുവാൻ കഴിഞ്ഞത്. ഇവിടെ ആരും ഷൂ ധരിക്കുന്നില്ല. ആ റിപ്പോർട്ട് അദ്ദേഹം ടെലിഗ്രാഫ് വഴിയായി തന്റെ ഹെഡ്ക്വാർട്ടേഴ്സിലേക്ക് അയച്ചു. എന്നാൽ രണ്ടാമത്തെ കമ്പനിയുടെ റെപ്രസെന്റേറ്റീവ് അവിടെ കടന്നു ചെല്ലുവാൻ ഇടയായി തീർന്നു. അദ്ദേഹം അവിടെല്ലാം സഞ്ചരിച്ചു, ആളുകളെ കണ്ടു. തന്റെ ഹെഡ്ക്വാർട്ടേഴ്സിലേക്ക് അദ്ദേഹം മറുപടി കൊടുത്തത് ഇങ്ങനെയാ: റിസർച്ച് കംപ്ലീറ്റഡ്, ഗ്ലോറിയസ് ഓപ്പർച്യൂണിറ്റി, നോബഡി വിയർസ് ഷൂസ് ഹിയർ. എന്റെ റിസർച്ച് പൂർണ്ണമായി. അത് പൂർണ്ണമായ വിജയത്തിലാണ് അവസാനിച്ചത്. കാരണം ഇവിടെ ഷൂ ആവശ്യമായിരിക്കുന്ന മുഴുവൻ ജനങ്ങളുമുണ്ട്. എല്ലാവർക്കും ഇവിടെ ഷൂ ആവശ്യമാണ്. കാരണം ആരും ഇവിടെ ഷൂ ധരിക്കുന്നില്ല. ഇന്ന് ഞാൻ നിങ്ങളെ ഓർപ്പിക്കുന്ന കാര്യം സുവിശേഷത്തിന്റെ വ്യാപ്തിയെ കുറിച്ചാണ്. നിങ്ങൾക്കറിയാം, കൊക്കക്കോള എന്ന് പറയുന്ന കമ്പനി ലോകത്തിലെ എല്ലാ ഗ്രാമങ്ങളിലും അതിന്റെ ഉൽപ്പന്നം എത്തിച്ചതിന്റെ കാരണം ദൈവത്തിന് സ്തോത്രം. കൊക്കക്കോള എന്ന കമ്പനിക്ക് ആഫ്രിക്കയിലെ ഉൾനാടൻ പ്രദേശങ്ങളിൽ പോലും അതിന്റെ കടകൾ തുറക്കാമെങ്കിൽ സത്യസുവിശേഷത്തിന്റെ സാക്ഷികളായി തീർന്ന് ദൈവജനത്തെ കൊണ്ട് സുവിശേഷത്താൽ ഈ ലോകത്തെ കീഴ്മേൽ മറിക്കുവാൻ ഇനിയും സാധ്യതയുണ്ട് എന്നുള്ള കാര്യം ദൈവസ്നേഹത്തിൽ ഞാൻ നിങ്ങളെ ഓർപ്പിക്കുന്നു. കർത്താവിന്റെ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. പ്രസിദ്ധനായ ഒരു ദൈവദാസൻ ഇങ്ങനെ എഴുതിയിട്ടുണ്ട്: കൂടെ മാരിനർ
Sit idle if he heard drowning cry. ഒരുവൻ മുങ്ങി മരിക്കുന്ന ശബ്ദം കേട്ടാൽ എങ്ങനെ കരയ്ക്ക് നിൽക്കുന്ന ഒരു മുങ്ങൽ വിദഗ്ധന് വെറുതെ അടങ്ങിയിരിക്കുവാൻ കഴിയും? Could a doctor sit idle in comfort and just let his patient die? ഒരു രോഗി തന്റെ രോഗി മരിക്കുന്നത് കണ്ടിട്ട് ഒരു ഡോക്ടർക്ക് എങ്ങനെ സ്വസ്ഥമായി അടങ്ങിയിരിക്കുവാൻ കഴിയും? Could a fireman sit idle, let men burn, give no hand? അതെ, ഒരു വ്യക്തി വെന്തു മരിക്കുന്നത് കണ്ടുകൊണ്ട് ഒരു ഫയർമാൻ എങ്ങനെ അടങ്ങിയിരിക്കുവാൻ കഴിയും? Can you sit at ease in Zion when the world around you damned? ലോകത്തിന്റെ ഒരു നല്ല ഭാഗവും ശപിക്കപ്പെട്ടു പോകുമ്പോൾ, സുവിശേഷം അറിയാതെ പോകുമ്പോൾ, സുവിശേഷം അറിയുന്ന നമ്മൾ എങ്ങനെ സ്വസ്ഥരായിരിക്കുവാൻ കഴിയുമെന്നാണ് ആ വേദപണ്ഡിതൻ ചോദിച്ചത്. ദൈവത്തിന് സ്തോത്രം. മുങ്ങി മരിക്കുവാൻ പോകുന്നവന് ആവശ്യം അവന്റെ അടുക്കൽ കടന്നു എന്നവനെ വിടുവിക്കുന്ന ഒരു മുങ്ങൽ വിദഗ്ധനെ ആയിരിക്കുന്നത് പോലെ, തീയെന്ത് നശിക്കുവാൻ പോകുന്ന ഒരു വ്യക്തിക്ക് അവനെ ആ തീയിൽ നിന്ന് വലിച്ചെടുക്കുവാൻ ഒരു ഫയർമാനെ ആവശ്യമായിരിക്കുന്നത് പോലെ, അന്ത്യശ്വാസം വലിച്ചുകൊണ്ടിരിക്കുന്ന ഒരു രോഗിക്ക് അവനെ മരണത്തിൽ നിന്ന് വിടുവിക്കുവാൻ കഴിയുന്ന ഒരു ഡോക്ടർ ആവശ്യമായിരിക്കുന്നത് പോലെ, പാപത്തിൽ മുങ്ങി നിൽക്കുന്ന മാനവജാതിയുടെ ഒരു നല്ലവെങ്കിലും പാപത്തിൽ നിന്നും നിത്യനാശത്തിൽ നിന്നും നിത്യനരകത്തിൽ നിന്നും തീയിൽ നിന്നവരെ വലിച്ചെടുക്കുവാൻ കഴിയുന്ന ദൈവദാസന്മാരെ ഇന്ന് ആവശ്യമുണ്ട്. സത്യസുവിശേഷത്തിന് വേണ്ടി സാക്ഷികളാകുവാൻ ദൈവമായ കർത്താവ് എന്നെയും നിങ്ങളെയും തുടർന്ന് സഹായിക്കട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. എഫേസ്യ ലേഖനം നാം പഠിക്കുമ്പോൾ, എഫേസ്യ ലേഖനത്തിൽ ദൈവസഭ 6 അധ്യായങ്ങളാണുള്ളത് എന്ന് നാം ചിന്തിക്കുവാനിടയായി തീർന്നു. ഈ 6 അധ്യായങ്ങളിലും എഫേസ്യ ലേഖനത്തിൽ ദൈവസഭ എന്താണ് എന്ന് വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. എഫേസ്യ ലേഖനം 1-ാം അധ്യായത്തിൽ ദൈവസഭ എന്ന് പറയുന്നത് ക്രിസ്തുവിന്റെ ശരീരമാണ്. ഇറ്റ് ഇസ് ദ ബോഡി ഓഫ് ജീസസ് ക്രൈസ്റ്റ്. 1-ാം അധ്യായം 20 വാക്യങ്ങളിൽ നാം ഇങ്ങനെയാണ് വായിക്കുന്നത്: അങ്ങനെ അവൻ ക്രിസ്തുവിനെ വ്യാപരിച്ചു, അവനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർപ്പിക്കുകയും സ്വർഗത്തിൽ തന്റെ വലത്ത് ഭാഗത്ത് എല്ലാ വാഴ്ചയ്ക്കും അധികാരത്തിനും ശക്തിക്കും കർത്തൃത്വത്തിനും ഈ ലോകത്തിൽ മാത്രമല്ല വരുവാനുള്ളതിലും വിളിക്കപ്പെടുന്ന സകല നാമത്തിനും അത്യന്തം മീതെ ഇരുത്തുകയും സർവ്വന്റെ കാൽ കീഴാക്കി വെച്ച് അവരെ സർവത്തിനും മീതെ തലയാക്കി എല്ലാറ്റിലും എല്ലാം നിറയ്ക്കുന്ന നിറവായിരിക്കുന്ന അവന്റെ ശരീരമായ സഭയ്ക്ക് കൊടുക്കുകയും ചെയ്തിരിക്കുന്നു. ദൈവസഭ ക്രിസ്തുവിന്റെ ശരീരം എന്ന എഫേസ്യ ലേഖനം 1-ാം അധ്യായത്തിൽ നമ്മോട് വചനം സംസാരിക്കും. 2-ാം അധ്യായത്തിൽ ദൈവസഭ ക്രിസ്തുവിന്റെ ആലയമാണ്. ഇറ്റ്സ് എ ബിൽഡിംഗ്. 2-ാം അധ്യായത്തിന്റെ 19-ാം വാക്യം: നിങ്ങൾ ഇനി അന്യന്മാരും പരദേശികളുമല്ല, വിശുദ്ധന്മാരുടെ സഹോദരന്മാരും ദൈവത്തിന്റെ ഭവനക്കാരും അത്രേ. ക്രിസ്തുയേശു തന്നെ മൂലക്കാരിലായിരിക്കെ നിങ്ങളെ അപ്പോസ്തലന്മാരും പ്രവാചകന്മാരും എന്ന അടിസ്ഥാനത്തിൽ പണിതിരിക്കുന്നു. അവനിൽ കെട്ടിടം മുഴുവനും യുക്തമായി ചേർന്ന് കർത്താവിൽ വിശുദ്ധ മന്ദിരമായി വളരുന്നു. അവനിൽ നിങ്ങളെയും ദൈവത്തിന്റെ നിവാസമാകേണ്ടതിന് ആത്മാവിനാൽ ഒന്നിച്ച് പണിതു വരുന്നു. വിദഗ്ധ ശില്പിയാകുന്ന ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ദൈവസഭയിലെ അംഗങ്ങളെ ഒന്നിച്ചുകൂട്ടി ദൈവസഭയാകുന്ന സൗധം പണിതുകൊണ്ടിരിക്കുകയാണ്. ഈ സൗധത്തിന്റെ പണി അവസാനിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് ഈ സൗധവുമായി സ്വർഗസ്ഥലങ്ങളിലേക്ക് കയറിപ്പോകും. ദൈവത്തിന്റെ സഭ സ്വർഗത്തിലേക്ക് എടുക്കപ്പെടുമെന്ന് വചനം നമ്മെ ഓർപ്പിക്കുന്നു. ദൈവത്തിന്റെ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. 3-ാം അധ്യായത്തിലെ വിഷയം സഭ ക്രിസ്തുവിന്റെ മർമ്മം, മിസ്റ്ററി. ദൈവത്തിന്റെ മർമ്മമാണ് ദൈവസഭ എന്ന് പറയുന്നത്. അവിടെ നാം വായിക്കുന്നത് 3-ാം അധ്യായത്തിന്റെ 6-ാം വാക്യം: ജാതികൾ ക്രിസ്തുയേശുവിൽ കൂട്ടവകാശികൾ, ഏകശരീരസ്ഥരും വാഗ്ദത്തത്തിൽ പങ്കാളികളുമാകണമെന്നുള്ള ദൈവത്തിന്റെ മർമ്മം. അനാദികാല നിത്യതയിൽ ദൈവത്തിന്റെ തിരുഹൃദയത്തിൽ മറഞ്ഞു കിടന്ന മർമ്മമാണ് ദൈവത്തിന്റെ തിരുസഭ എന്നുള്ളത്. പ്രൈസ് ദി ലോർഡ്. ക്രിസ്തുവിനൊരു മണവാട്ടി സഭ ഉണ്ടായിരിക്കണമെന്നുള്ളത് ദൈവത്തിന്റെ തിരുഹൃദയത്തിൽ പഴയ നിയമ വിശുദ്ധന്മാർക്ക് വെളിപ്പെടാതിരുന്ന ഒരു മിസ്റ്ററിയാണ്. ദൈവത്തിന് സ്തോത്രം. ആ ദൈവത്തോട് കൂടെ നടന്ന ആദാമിനോ ദൈവത്തിന്റെ കൽപ്പനയനുസരിച്ച വിശ്വാസികൾ പിതാവായി അബ്രഹാമിനോ
ശ്രേഷ്ഠന്മാരായ ദൈവമക്കൾക്കോ എന്റെ ഹൃദയപ്രകാരമുള്ള മനുഷ്യരെന്ന് ദൈവം പറഞ്ഞ ദാവീദിനോ ശ്രേഷ്ഠന്മാരായ പ്രവാചകന്മാർക്കോ വെളിപ്പെടാതിരുന്ന ഒരു മർമ്മമാണ് പൗലോസിൽ കൂടെ പരിശുദ്ധാത്മാവ് വെളിപ്പെട്ടത്. ആ മർമ്മം പ്രൈസ് ദി ലോർഡ്, ജാതികൾ ക്രിസ്തുയേശുവിൽ കൂട്ടവകാശികളായി തീരുക, ഏക ശരീരസ്ഥരാകുക, പരിശുദ്ധാത്മാവാകുന്ന വാഗ്ദത്തത്തിന്റെ പങ്കാളികളായി തീരുക എന്നുള്ള സത്യം ഇവിടെ വിളിച്ചു പറയുകയാണ്. ദൈവത്തിന് സ്തോത്രം. 4-ാം അധ്യായത്തിൽ ദൈവത്തിന്റെ സഭ ഒരഭ്യസനശാലയിലാണ്. 4-ാം അധ്യായത്തിൽ ദൈവത്തിന്റെ സഭ ശുശ്രൂഷ ചെയ്യുകയാണ്. ശുശ്രൂഷ വൃന്ദങ്ങളെ കുറിച്ചാണ് അവിടെ നമുക്ക് കാണുവാൻ കഴിയുന്നത്. 4-ാം അധ്യായത്തിന്റെ 11-ാം വാക്യം, അവൻ ചിലരെ അപ്പോസ്തലന്മാരായും ചിലരെ പ്രവാചകന്മാരായും ചിലരെ സുവിശേഷകന്മാരായും ചിലരെ ഉപദേഷ്ടാക്കന്മാരായും ഇടയന്മാരായും നിയമിച്ചിരിക്കുന്നു. അത് നാം എല്ലാവരും വിശ്വാസത്തിലും ദൈവത്തിനെ കുറിച്ചുള്ള പരിജ്ഞാനത്തിലും ഉള്ള ഐക്യതയും തികഞ്ഞ പുരുഷത്വവും ക്രിസ്തുവിന്റെ സമ്പൂർണതയായ പ്രായത്തിന്റെ അളവും പ്രാപിക്കുവോളം വിശുദ്ധന്മാരുടെ യഥാസ്ഥാനത്തിനായുള്ള ശുശ്രൂഷയുടെ വേലയ്ക്കും ദൈവസഭയുടെ ആത്മീക വർധനയ്ക്കുമാകുന്നു. ദൈവസഭയുടെ ആത്മീക വർധനയ്ക്ക് വേണ്ടി ദൈവം ശുശ്രൂഷ വൃന്ദങ്ങളെ നൽകിയിരിക്കുന്നു എന്നുള്ള കാര്യമാണ് 4-ാം അധ്യായത്തിലെ വിഷയം. ദൈവത്തിന് സ്തോത്രം. 5-ാം അധ്യായത്തിൽ ദൈവത്തിന്റെ സഭ ക്രിസ്തുവിന്റെ മണവാൾ അവിടെ വായിക്കുന്നത് ദുഷ്കാലമാകിയാൽ നിങ്ങൾ സമയം തക്കത്തിൽ ഉപയോഗിച്ചുകൊള്ളി. ലോകത്തിൽ ഒരു വിശ്വാസി അങ്ങനെ ജീവിക്കണം എന്നുള്ള കാര്യമാണ് 5-ാം അധ്യായത്തിലെ വിഷയം. 6-ാം അധ്യായത്തിലെ വിഷയം ദൈവസഭ പോർക്കളത്തിലാണ്. ആദ്യത്തെ ചില വാക്യങ്ങളിൽ ദൈവസഭ ഭവനത്തിൽ എങ്ങനെ ആയിരിക്കണമെന്ന്, അവസാന ഭാഗങ്ങളിൽ ദൈവസഭ പോർക്കളത്തിൽ ആണ് എന്നുള്ള കാര്യമാണ് എഫേസ്യ ലേഖനത്തിൽ കൂടെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മളെ ഓർപ്പിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. 6-ാം അധ്യായം 10-ാം വാക്യം നമ്മൾ വായിക്കുന്നത് ഇങ്ങനെയാണ്, ഒടുവിൽ കർത്താവിലും അവന്റെ അമിതബലത്തിലും ശക്തിപ്പെടുകയും നിങ്ങൾക്ക് പോരാട്ടമുള്ളത് ജഡരക്തങ്ങളോടല്ല, പക്ഷികളോടും അധികാരങ്ങളോടും അന്ധകാര ലോകത്തിന്റെ അധിപതികളോടും സർവ്വലോകങ്ങളിലെ ദുഷ്ടാത്മസേനയോടും അത്രേ. അതുകൊണ്ട് 100 ദിവസത്തിൽ എതിർപ്പാനും സർവവും സമാപിച്ചിട്ട് ഉറച്ചു നിൽപ്പാനും കഴിയേണ്ടതിന് ദൈവത്തിന്റെ സർവായുധവർഗം ധരിച്ചുകൊള്ളുക എന്ന് പറഞ്ഞുകൊണ്ട് വിശ്വാസി ധരിക്കേണ്ടതായ സർവായുധ വർഗത്തെ കുറിച്ച് അവിടെ പറഞ്ഞിരിക്കുന്നു. സാത്താന്യ ലോകത്തോട് പോരാടുന്ന ദൈവവേദന്റെ ചിത്രം വളരെ ഭംഗിയായി പരിശുദ്ധാത്മാ എഫേസ്യ ലേഖനം 6-ാം അധ്യായത്തിൽ വരച്ചു കാണിക്കുന്നത് അത് നമുക്ക് കാണുവാൻ കഴിയുന്നു. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. ഇനി ഓരോ അധ്യായങ്ങളിലും പ്രത്യേകം നാം പഠിക്കുമ്പോൾ ഓരോ അധ്യായത്തിലും 7 കൂട്ടം കാര്യങ്ങളെ കുറിച്ച് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും. എഫേസ്യ ലേഖനം ഓരോ അധ്യായത്തിലും 7 കൂട്ടം കാര്യങ്ങൾ ഓരോ അധ്യായത്തിലും പരിശുദ്ധാത്മാവ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ദൈവത്തിന് സ്തോത്രം. 1-ാം അധ്യായത്തിൽ അവൻ നമ്മെ തിരഞ്ഞെടുത്തു, അവൻ നമ്മെ ദത്തെടുത്തു, അവൻ നമ്മെ മുൻനിയമിച്ചു, അവൻ നമ്മെ വീണ്ടെടുത്തു, അവൻ നമ്മെ ആത്മാവിനാൽ മുദ്രയിട്ടു, അവൻ നമുക്ക് അവകാശം തന്നു. 7 കാര്യങ്ങൾ വിശദമായി പിന്നാലെ നാം പഠിക്കുന്നതാണ്. ദൈവനാമം വാഴ്ത്തപ്പെടട്ടെ. രണ്ടാമതായി നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നത് 2-ാം അധ്യായത്തിലെ വിഷയം എന്ന് പറയുന്നത് ദൈവജനത്തിന്റെ അധപ്പതിച്ച പൂർവകാല അവസ്ഥയെ കുറിച്ചാണ് പരിശുദ്ധാത്മാവ് അവിടെ എഴുതിയിരിക്കുന്നത്. കർത്താവിന്റെ നാമം വാഴ്ത്തപ്പെടട്ടെ. ദൈവത്തിന് സ്തോത്രം. അതിക്രമങ്ങളാലും പാപങ്ങളാലും മരിച്ചവരായ നിങ്ങളെയും അവൻ ഉയർപ്പിച്ചു. അവയിൽ നിങ്ങൾ ഈ ലോകത്തിന്റെ കാലഗതിയെയും ആകാശത്തിന്റെ അധികാരത്തിനും അനുസരണക്കേടിന്റെ മക്കളിൽ ഇപ്പോൾ വ്യാപരിക്കുന്ന ആത്മാവിനും അധിപതിയായവനെയും അനുസരിച്ച് നടന്നു. ദൈവത്തിന് സ്തോത്രം. നാം ആരായിരുന്നു? പ്രകൃതിയാൽ കോപത്തിന്റെ മക്കളായിരുന്നു, ക്രിസ്തുവിനെ കൂടാതെയുള്ളവരായിരുന്നു, ഇസ്രായേൽ പൗരതയോട് ബന്ധമില്ലാത്തവരായിരുന്നു, വാഗ്ദത്ത നിയമങ്ങൾ കന്യരായിരുന്നു, ലോകത്തിൽ ദൈവമില്ലാത്തവരായിരുന്നു, പ്രത്യാശയില്ലാത്തവരായിരുന്നു പറഞ്ഞുകൊണ്ട് 2-ാം അധ്യായത്തിലെ 7 വീത അധപ്പതിച്ച പൂർവകാല സ്ഥിതിയെ കുറിച്ച് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് വളരെ വ്യക്തമായി രേഖപ്പെടുത്തിയിരിക്കുന്നത് നമുക്ക് കാണുവാൻ കഴിയുന്നു. ദൈവത്തിന്റെ സ്തോത്രം. കർത്താവ് അനുവദിച്ചാൽ തുടർന്നുള്ള വിഷയങ്ങൾ അടുത്ത ക്ലാസ്സിൽ അല്പമായി നമുക്ക് പഠിക്കുവാൻ കഴിയും. എഫേസ്യ ലേഖനത്തിന്റെ ആഴങ്ങളിലേക്ക് നാം അടുത്ത ദിവസങ്ങളിൽ ഇറങ്ങുവാൻ ദൈവം കൃപ തരട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. ഒരു വാക്ക് ഞാൻ പ്രാർത്ഥിച്ച ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിപ്പിക്കുക. പരിശുദ്ധ ദൈവമേ, സ്വർഗ്ഗസ്ഥ പിതാവേ, ഞങ്ങളുടെ പൂർവ്വകാലത്തെ ഓർക്കുവാനും ഞങ്ങൾ ക്രിസ്തുവിൽ ആരായിരിക്കുന്നത് മനസ്സിലാക്കുവാനും ഈ ലോകത്തിൽ ഞങ്ങൾക്ക് പോരാട്ടമുണ്ടെന്ന് മനസ്സിലാക്കിക്കൊണ്ട് പരിശുദ്ധാത്മാവിനെ നിറവ് പ്രാപിച്ച് സാത്താനോടും അവന്റെ ശക്തിയോടും പോരാടുവാനും ക്രിസ്തുവിന്റെ വരവിൽ നിർമ്മലകരയെ കന്യകയായി കാണപ്പെടുവാനും കൃപ തരണമേ. എല്ലാ പ്രിയപ്പെട്ടവരെയും അനുഗ്രഹിക്കണമേ. യേശു മൂലം വീക്ഷിക്കുന്നു കേൾക്കണം സ്വർഗ്ഗസ്ഥ പിതാവേ. പ്രൈസ് ദി ലോർഡ്.